കാരണവാനായ പിതാവേ, ഈ ഇടവകയുടെ മധ്യസ്ഥ വിശുദ്ധ അന്നയുടെ സ്മരണാർത്ഥം ഞങ്ങൾ ആഘോഷിക്കുന്ന തിരുനാൾ ദിനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ദിനങ്ങളാകട്ടെ. പരിശുദ്ധ കന്യകാമരത്തിന്റെ മാതൃക ഞങ്ങളുടെ ജീവിത വഴിയായി പ്രചോദനമായും മധ്യസ്ഥം ഞങ്ങൾക്ക് തുണയായും മാറട്ടെ. തിരുനാൾ വിളംബരം ചെയ്യുന്ന ഈ പതാക ഇവിടെ പാറിപ്പറക്കുമ്പോൾ അത് രക്ഷയുടെ വിജയം ഞങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടത്. ഇങ്ങോട്ട് ക്രിസ്തുവിൽ പ്രിയരെ, മലയോര ദേശത്തിന് വെളിച്ചം പകർന്നുകൊണ്ട് 96 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ അന്നയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ദേവാലയത്തിന്റെ തിരുനാൾ തിരുക്കർമ്മങ്ങൾ ഇടവക വികാരി ബഹുമാനമുള്ള ദിനവർഗീസ് അച്ഛൻ കൊടിയേറ്റിലൂടെ ഇന്നേ ദിവസം തുടക്കം കുറിക്കുകയാണ്. ഈ പ്രദേശത്തിലെ ആബാലവൃത്തം ജനങ്ങളുടെയും ആശ്രയമായി അന്നമാതാവിന്റെ പള്ളിയും വേളാങ്കണ്ണിമാത കുരിശടിയും മാറിക്കഴിഞ്ഞു. ചാരെ അണയുന്നവർക്ക് അനുഗ്രഹങ്ങളും അവരുടെ ആഗ്രഹങ്ങളും നേടുന്നതിലൂടെ പ്രസക്തി വീണ്ടും വർദ്ധിച്ചു വരുന്നു. നമ്മുടെ ജീവിത നൊമ്പരങ്ങൾക്കിടയിലും നമ്മുടെ ആഗ്രഹങ്ങൾ നേടുവാനും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും അന്നമാതാവിനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണ് ഓരോ തിരുനാൾ ദിനങ്ങളും. ഈ ദിവസങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കുചേർന്ന് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. വ്യക്തികൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലുമുള്ള പരസ്പര വിദ്വേഷങ്ങളെല്ലാം മാറ്റി ഐക്യത്തിൽ ഒരേ കുടുംബമായി മാറുവാൻ നമ്മുടെ ഇടവകയിലെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ ആദ്യ അവസാനം വിശ്വാസപൂർവ്വം സംബന്ധിച്ച് അനുഗ്രഹത്തിന്റെ നേർച്ചാൽ നുകരുവാൻ ഏവരെയും ഞങ്ങൾ അന്നമാതാവിന്റെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കേവർക്കും പ്രവേശന ഗാനത്തിനായി എഴുന്നേൽക്കാം.
വന്ന മുഖ്യ കാർമ്മികൻ ആൻസിലും അച്ഛനെയും, വചന പ്രഘോഷണത്തിനായിട്ട് കടന്നു വന്ന ബെനഡിക്റ്റ് അച്ഛനെയും, 2 വൈദികരെയും നമ്മുടെ ദേവാലയത്തിലേക്ക് നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. അതോടൊപ്പം നമ്മുടെ സ്നേഹമുള്ള സിസ്റ്റേഴ്സും ഈ ബലിയിൽ പങ്കെടുത്ത് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റേഴ്സിനെയും നമുക്ക് ഹൃദയപൂർവ്വം നമ്മുടെ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് ദിവ്യബലിയിൽ നേതൃത്വം നൽകുക സെന്റ് തോമസ് BCC യൂണിറ്റിലെ അംഗങ്ങളാണ്. ഏറെ പ്രത്യേകിച്ച് ജ്ഞാനമ്മ, വിജയൻ, ശോഭന, ജസ്റ്റിൻ, ശരണ്യ, ആൻമരിയ, ആൽബിൻ, ഷെർലി, രഘു, ശൈലജ, രഞ്ജിത്ത്, ജിസി, ആൻഡ്രിയ മരിയ, ആത്മിക മരിയ, സൈമൺ, ലിജി, രജീഷ്, അഖില, സൈമൺ, ശോഭന, ആബേൽ, അസുന്ദ, സുധീഷ്, ഷാജി, റീന, ഷിജിൻ, ആര്യ, അപ്പുക്കുട്ടൻ, അഭിലാഷ്, വിജിമോൾ, ആദ്യവ്യ, ചെയ്തു. വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ ആദരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. Thank you.
എഴുതപ്പെട്ട പുസ്തകത്തിൽ നിന്ന് മുഖ്യകാർമ്മികൻ സ്നേഹനിറഞ്ഞ ബിനുവിസം, സ്നേഹബഹുമാനമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രനാളിൽ ഇടം പിടിക്കുവാൻ കള്ളിക്കാടുന്ന ഈ കുഞ്ഞു ദേവാലയത്തിന് ഇനി എത്ര ദിനങ്ങൾ മാത്രം ബാക്കി? എത്ര ദിനങ്ങൾ ബാക്കി? ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുവാൻ നമ്മുടെ ഈ കുഞ്ഞു ദേവാലയത്തിന് ഇനി എത്ര ദിനങ്ങളാണ് ബാക്കിയായുള്ളത്? എത്ര? 1460 ദിനങ്ങൾ മാത്രമാണ് ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസ പൈതൃകം നമ്മുടെ ഈ ദേവാലയത്തിനുണ്ട് എന്ന സാക്ഷ്യപ്പെടുത്തുവാൻ, ആ ചരിത്രത്തിന്റെ ദിനങ്ങളിൽ സാക്ഷികളായി തീരുവാൻ ദൈവം ഏറ്റവും അധികമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയുമാണ്. എങ്കിലാ നിങ്ങൾക്ക് പിതാവായ ദൈവം തന്നിരിക്കുന്നത് ഒരു നല്ലൊരു അമ്മയുടെ, നല്ല അപ്പനും അമ്മയും. വിശേവാക്കിമന്ന ദമ്പതികളുടെ നാമധേയത്തിൽ സ്ഥാപിതമായ നമ്മുടെ ഈ ദേവാലയത്തിന്റെ തിരുനാളിന്റെ ആദ്യ ദിനം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവം ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തില് ഒത്തിരിയേറെ തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങിയ മാതാപിതാക്കളാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതാപിതാക്കൾ. യഹൂദ നിയമമനുസരിച്ച മക്കളില്ലാത്തവരാണ് ആ നാട്ടിൽ ശപിക്കപ്പെട്ടവരാണ്. യഹൂദ നിയമം അനുസരിച്ച് മക്കളില്ലാത്തവരാ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് അത് അശുദ്ധമാണ് എന്നും, മക്കൾക്ക് ജന്മം കൊടുക്കുവാൻ കഴിയാത്തവരാ ആ നാടിന് ശാപമാണ് എന്നും, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ കഴിയാത്ത മാതാപിതാക്കള് ദൈവകോപത്തിന് അടിമയായി മാറിയവരാണ് എന്നും, അവർ ദേവാലയത്തിൽ അർപ്പിക്കുന്ന കാഴ്ചകളിൽ ദൈവം സംപ്രീതനാവുകയില്ല എന്ന നിയമം ആലേഖനം ചെയ്യപ്പെട്ട കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണ് യോവാക്കീം എന്ന ദമ്പതികളാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതത്തില 26 വർഷക്കാലം ഇവർക്ക് മക്കളില്ലായിരുന്നു. 26 വർഷക്കാലം ഇപ്രകാരമുള്ള ഒരു നിയമ സംവിധാനം നിലനിൽക്കുന്ന നാട്ടില് ഈ മാതാവും പിതാവും എന്തുമാത്രം അവഗണനകളാ, എന്തുമാത്രം വേദനകളാ, എന്തുമാത്രം തിരസ്കരണങ്ങളാ, എന്തുമാത്രം മാറ്റി നിർത്തലുകളാ ഈ മാതാവും പിതാവും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവുക എന്നത് നമുക്കാർക്കും വിവരിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമാണ്. എങ്കിലും ജീവിതത്തിലെ ഒരു പെരുമഴ പോലെ പെയ്തിറങ്ങിയ എല്ലാ വേദനകളുടെ നടുവിലും തകർന്നു പോകാതെ അവർ പിതാവായ ദൈവത്തിൽ ഒന്നടങ്കം വിശ്വസിക്കുന്ന ഒരപ്പനും അമ്മയുമായിരുന്നു. അവരുടെ ജീവചരിത്രത്തില് ഇപ്രകാരം പറയുന്നുണ്ട്: ഒരു വേള ദേവാലയത്തിൽ കാഴ്ചയർപ്പിക്കുവാനായി ഇവർ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ദേവാലയത്തിലെ പ്രധാന പുരോഹിതൻ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളുടെ കാഴ്ചയിൽ പിതാവായ ദൈവം സംപ്രീതനാവുകയില്ല, നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കുകയില്ല, കാരണം നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ ആ ദേവാലയ മുറ്റത്ത് വെച്ച യോവാക്കീം എന്ന ഈ പിതാവ് തന്റെ ജീവിത പങ്കാളിയാകുന്ന അന്നയുടെ കരം പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്: ഇനി എന്റെ പിതാവായ ദൈവം
ഇനി എന്റെ പിതാവായ ദൈവം എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിനി എന്റെ ഭവനത്തിലേക്ക് കടന്നു വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് 40 രാവും 40 പകലും മരുഭൂമിയിൽ കൂടാരം കെട്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥന കൊണ്ട് മൽപ്പിടുത്തം നടത്തി പിതാവായ ദൈവത്തിൽ നിന്ന് സ്വന്തമാക്കിയതിന്റെ പേരാണ് പരിശുദ്ധ കന്യകാമറിയം എന്ന് പറയുക. പ്രാർത്ഥന കൊണ്ട് മാത്രം ദൈവത്തോട് മൽപ്പിടുത്തം നടത്തി ഈ പിതാവ് ഈ മാതാവും ദൈവത്തിൽ നിന്ന് സ്വന്തമാക്കിയതാണ് ഈ പരിശുദ്ധ കന്യകാമറിയം എന്ന് പറയുന്ന ഈ മകൾ. അതുകൊണ്ട് തന്നെയാണ് ഇപ്രകാരം പറയുക, മക്കൾ ആരുടെ ദാനമാണ്? മക്കൾ ആരുടെ ദാനമാണ്? ദൈവത്തിന്റെ ദാനമാണ്. എങ്കിൽ ആ മക്കൾക്ക് മാതാപിതാക്കൾ എന്താണ് കൊടുക്കേണ്ടത്? മക്കൾ ദൈവത്തിന്റെ ദാനമാണ് എന്ന് നിങ്ങൾ പറയുന്നു. എങ്കിൽ ദൈവത്തിന്റെ ദാനമാകുന്ന ഈ മക്കൾക്ക് നിങ്ങൾ എന്താണ് ദാനമാണ് കൊടുക്കേണ്ടത്? എന്താണ് കൊടുക്കേണ്ടത്? വിദ്യാഭ്യാസം, സമ്പത്ത്, ഭക്ഷണം, വിശ്വാസം. മക്കൾ ദൈവത്തിന്റെ ദാനമാണ് എങ്കിൽ ഈ മക്കൾക്ക് കൊടുക്കേണ്ടതാ ആദ്യം വിദ്യാഭ്യാസമാണോ, സമ്പത്താണോ, സൗകര്യങ്ങളാണോ? അല്ല. മക്കൾ ദൈവത്തിന്റെ ദാനമായി നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് എങ്കിൽ ആ മക്കൾക്ക് ദൈവത്തെ ദാനമായി കൊടുക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാവും പിതാവും. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യണം. ദൈവം എനിക്ക് ദാനമായി നൽകി എന്റെ മകന്, എന്റെ മക്കൾക്ക് ദൈവത്തെ ദാനമായി കൊടുക്കുന്നതില ഞാൻ വിജയിച്ച ഒരു ഉമ്മയാണോ, ഞാൻ വിജയിച്ച ഒരു അപ്പനാണോ, അതോ ദൈവത്തെ ദാനമായി കൊടുക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ട ഒരമ്മയാണോ, ഞാൻ പരാജയപ്പെട്ട ഒരു അപ്പനാണോ എന്ന് വിലയിരുത്തേണ്ട ദിനങ്ങളാണ് ഈ തിരുനാളിന്റെ ഈ ദിനങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ദൈവത്തെ ദാനമായി കൊടുക്കുമെങ്കിൽ അവർ ദൈവത്തിനെ ആരാധിക്കുവാനായി അവർ കടന്നു വരും. അവർ ദൈവത്തിന്റെ മുമ്പിൽ എളിമയുള്ളവരായി നിലനിൽക്കും. ദൈവത്തെ അവർ അധരങ്ങൾ കൊണ്ട് മഹത്വപ്പെടുത്തും. ഹൃദയം തുറന്ന് ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളായി മാറും. മറിച്ച ദൈവത്തെ അധരം കൊണ്ട് ആരാധിക്കാതെ, ഹൃദയം ദൈവത്തിനായി തുറന്നു കൊടുക്കാതെ നമ്മുടെ മക്കള് ഇപ്രകാരം ജീവിക്കുന്നുണ്ട് എങ്കിൽ ഈ മാതാപിതാക്കളായ നിങ്ങളുടെ കരങ്ങളിലേക്ക് ദാനമായി നൽകിയ മക്കൾക്ക് ദാനമായി ദൈവത്തെ കൊടുക്കുന്നതിന് പരാജയപ്പെട്ട മാതാപിതാക്കളാണ് എന്ന് വിലയിരുത്തേണ്ടതായിരുന്നു. ആത്മപരിശോധന ചെയ്ത് ഇതിന് ഉത്തരം കണ്ടെത്തുവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാവിനും പിതാവിനും സാധ്യമാകണം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതാപിതാക്കളാ അവർക്ക് 26 വർഷത്തെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും അവഗണനയുടെയും സഹനത്തിന്റെയും വഴികളിലൂടെ കടന്നുപോയപ്പോഴും അവർ പിതാവായ ദൈവത്തിന് ആഴമായി വിശ്വസിച്ചതിന്റെ അനന്തരഫലമായി ദൈവം അവർക്ക് നൽകിയ ഈ മകൾക്ക് അവർ ദാനമായി നൽകിയിരുന്ന ദൈവത്തെയാ. അവർ അവരുടെ മകൾക്ക് ദൈവത്തെ ദാനമായി നൽകിയപ്പോൾ അവരുടെ ജീവിതത്തെ ആര് പ്രസാദിക്കുന്നുണ്ട്? പിതാവായ ദൈവം പ്രസാദിക്കുന്നുണ്ട്. പിതാവായ ദൈവം ഈ മകളെ തന്റെ പ്രിയപുത്രന് വന്നു പിറക്കുവാനായി ഈ മകളെ പിതാവായ ദൈവം ദത്തെടുക്കുകയാണ്. അവളുടെ ഉദരത്തെ ദൈവം ദത്തെടുക്കുന്നതിന് കാരണമായി മാറിയതാ. പരിശുദ്ധ കന്യകാമറിയത്തെ പിതാവായ ദൈവം ഇത്രമാത്രം അനുഗ്രഹിക്കുന്നതിന് കാരണമായി മാറിയതാ. അവളുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറിയതിന് കാരണം അവളുടെ മാതാപിതാക്കൾ യോവാക്കീം അന്ന ദമ്പതികള് അവർക്ക് ദൈവം നൽകിയ ഈ മകൾക്ക് ദൈവത്തെ കൊടുക്കുവാൻ സാധിച്ചു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവളുടെ ഭവനം സമാധാനത്തിന്റെ ഭവനമായി മാറിയതാണ്. അവളുടെ സന്നിധിയിലേക്ക് കടന്നു വന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറിയതാണ്. അതുകൊണ്ടാണ് ഇന്നും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സന്നിധിയിലേക്ക് കണ്ണുനീരോടുകൂടി നാമൊക്കെ ഓടിയെത്തുമ്പോൾ നമ്മെ അമ്മ തന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതിന് കാരണം ഈ അമ്മയുടെ മാതാപിതാക്കളാകുന്ന നമ്മുടെ ദേവാലയത്തിന്റെ മധ്യസ്ഥരാകുന്ന യോവാക്കീം അന്ന ദമ്പതികൾ പകർന്നു കൊടുത്ത ചില ദൈവിക പുണ്യങ്ങളാണ്. അതുകൊണ്ടാണ്
ഇപ്രകാരം പറയുക, അമ്മ എന്നതാണ് പൈതൃകമായ ആത്മീയതയെ കൈമാറ്റം ചെയ്യുന്നവളാണ് ഒരമ്മ. പൈതൃകമായ ആത്മീയതയെ കൈമാറ്റം ചെയ്യുന്നവളാണ് അമ്മ എന്ന്. വീണ്ടും അമ്മയെ കുറിച്ച് ഇപ്രകാരമാണ് പറയുക, അമ്മ എന്നതാ മക്കളുടെ മടിയിലേക്ക് ദൈവത്തെ പിടിച്ചിരുത്തുന്നവളാണ് അമ്മ എന്ന്. മക്കളുടെ മടിയിലേക്ക് ദൈവത്തെ പിടിച്ചിരുത്തുവാൻ അമ്മയ്ക്ക് കഴിയുന്നുണ്ടോ എന്ന്. ആത്മീയതയുടെ പൈതൃകം കൈമാറ്റം ചെയ്യപ്പെടുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് സാധ്യമായതിന്റെ അനന്തരഫലമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ ഓടിയെത്തിയപ്പോൾ അമ്മ പ്രാർത്ഥിച്ച പ്രകാരമാണ്, പിതാവേ, എന്റെ ഇഷ്ടമല്ല, മറിച്ച് ആരുടെ ഇഷ്ടം? അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചൊരമ്മയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. ഇതേ പ്രാർത്ഥന എവിടെ നമുക്ക് കാണുവാൻ സാധിക്കും? ഇതേ പ്രാർത്ഥന നമ്മുടെ വചനത്തിൽ പിന്നെ എവിടെയാ കാണുക? എവിടെയാ? നിങ്ങൾ പറയുന്നത് ശരിയായ ഉത്തരമാണ്. എവിടെയാ? കാൽവരിയിൽ കുരിശിൽ കിടന്നുകൊണ്ട് ആ മകനും പ്രാർത്ഥിക്കുന്നുണ്ടോ, പിതാവേ, കഴിയുമെങ്കിലാ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതമെന്ന്. അതായത് അമ്മയ്ക്ക് ലഭിച്ചൊരാത്മീയ പൈതൃകം അമ്മ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിൽ വിജയിച്ചതിന്റെ അനന്തരഫലമാണ് ഈ മകൻ തന്റെ ജീവിതത്തിന് വേദനകളുടെ നടുവിലും അമ്മയുടെ പ്രാർത്ഥന അവന്റെ അധരങ്ങളിൽ നിന്നാണ് കടന്നു വരിക. ഇവിടെ ഇരിക്കുന്ന അമ്മമാരാകുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥനകളാ നിങ്ങളുടെ മക്കൾക്ക് അനുഗ്രഹമായി മാറിയിട്ടുണ്ടോ എന്ന്. നിങ്ങളുടെ പ്രാർത്ഥനകളാണ് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളായി മാറിയതെന്ന ബോധ്യം നിങ്ങളുടെ മക്കൾക്കുണ്ടോ എന്ന. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർവിട്ട പ്രാർത്ഥനയുടെ ഒരു വഴിയെങ്കിലും നിങ്ങളുടെ മക്കളുടെ അധരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന. എങ്കിൽ നിങ്ങൾ ഉത്തമയായ വിശ്വാസ പൈതൃകം കൈമാറുന്ന ഒരമ്മയാണ്, വിശ്വാസ പൈതൃകം കൈമാറുന്ന ഒരപ്പനാണ് എന്നുള്ള യാഥാർത്ഥ്യത്തില് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ തിരുനാൾ ദിനങ്ങളെല്ലാം രണ്ട് കുടുംബങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതെല്ലാം എന്റെ കുടുംബം ഏതാണ് എന്ന കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയണം. ഒന്നാമത്തെ കുടുംബം എന്ന് പറയുന്നത് പറുദീസായെ മുറിവേൽപ്പിച്ച ഭവനം. രണ്ടാമത്തെ ഭവനം എന്ന് പറയുന്നത് പരിക്കുകളെ പറുദീസയാക്കി മാറ്റിയ ഭവനം. എങ്കിൽ പറുദീസായെ പരിക്കേൽപ്പിച്ച ഭവനം ഏതാണ്? പറുദീസായെ പരിക്കേൽപ്പിച്ച ഭവനം പറുദീസായെ പരിക്കേൽപ്പിച്ച ഭവനം പറഞ്ഞ തിരുനാളിനാരും പള്ളിക്ക് അധ്യാപനമുണ്ടെന്ന്. പറുദീസായെ പരിക്കേൽപ്പിച്ച ഭവനം ഏതാണ്? ഏത് ഭവനം മക്കളെ പറ? ഏത് ഭവനമാണ്? 100 വർഷത്തേക്ക് 1460 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു നൂറ്റാണ്ടാണ്, ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമാണ് ഇവിടെ പറയുമ്പോൾ. പറുദീസായെ പരിക്കേൽപ്പിച്ച ഭവനം ഏതെന്ന് ഉറക്കെ വിളിച്ച് പറയുന്നവർക്ക് ബിനു വെച്ച സമ്മാനത്തിൽ ആരാണ്? ഏത് ഭവനമാണ്? ഏത് ഭവനമാണ്? ആദി മാതാപിതാക്കളുടെ ഭവനം, ആദവും ഹവ്വായുടെ ഭവനം പറുദീസായി പരിക്കേൽപ്പിച്ച ഭവനമാണ്. ആ ഭവനം എല്ലാ നന്മകളും ദൈവം നൽകി അനുഗ്രഹിച്ച ആ കുടുംബം പറുദീസായെ പരിക്കേൽപ്പിക്കുന്നതിന് കാരണമായി മാറിയ ചില കാരണങ്ങൾ നമ്മുടെയും ഭവനങ്ങളിൽ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. ഒന്നാമതായി
പറുദീസായെ പരിക്കേൽപ്പിക്കുന്നതിന് കാരണമായി മാറി ആദ്യ മാതാപിതാക്കളുടെ കുടുംബത്തിന്റെ ആദ്യ പരാജയത്തിന്റെ കാരണം, ആദ്യ വീഴ്ചയ്ക്ക് കാരണമെന്ന് പറയുന്നത് ആ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടായിരുന്ന സന്തോഷത്തെ, ദൈവാനുഗ്രഹത്തെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല എന്നതാണ്. ആദ്യ മാതാപിതാക്കളുടെ ഭവനത്തിനകത്തുണ്ടായിരുന്ന ദൈവാനുഗ്രഹത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ, സന്തോഷത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ, വേദികൾക്കപ്പുറം, ഭവനത്തിനും അപ്പുറം സന്തോഷം തേടിപ്പോയതിന്റെ അനന്തരഫലമാണ് ആ ഭവനം ആദ്യ പരാജയത്തിന് കാരണം എന്നതാണ്. നമ്മുടെയും ഭവനത്തിനകത്തുള്ള സന്തോഷത്തിന് നമുക്ക് തൃപ്തരാകുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഭവനത്തിനകത്തുള്ള ദൈവാനുഗ്രഹത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ഭവനത്തെ ദൈവാനുഗ്രഹത്തിന്റെ ഭവനമാക്കി മാറ്റുവാൻ കഴിയുന്നുണ്ടോ എന്ന് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. എങ്കിൽ എന്റെ അടുത്ത ചോദ്യം ഇതാണ്: ഒരു വീട് വീടായി മാറുന്നത് എപ്പോഴാണ്? ഒരു വീട് വീടായി മാറുന്നത് എപ്പോഴാണ്? ഈ ദിവസങ്ങളിൽ ഞാൻ ദേവാലയത്തിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചതേ ചോദ്യം. അപ്പോൾ മുന്നിലിരുന്ന ഒരു കുരുപ്പ് വിളിച്ചു പറഞ്ഞത്, ഞാൻ ഇതേപോലെ ചോദിക്കുക, വീട് വീടാകുന്നത് എപ്പോഴാ, വീട് വീടാകുന്നത് എപ്പോഴാ, വീട് വീടാകുന്നത് എപ്പോഴാന്ന്. ഞങ്ങൾ ആരും പറയത്തില്ല എന്ന മത്സര ബുദ്ധിയോടുകൂടി ആഗ്രഹിക്കുക, നിങ്ങളെപ്പോലെ തന്നെ അവർ. അപ്പോൾ ഈ മുന്നിലിരുന്ന ഒരു കുരുപ്പ് വിളിച്ചു പറഞ്ഞത്, വീട് പണി എപ്പോഴാണോ പൂർത്തിയാകുന്നത് അപ്പോൾ വീട് വീടാകുന്നു എന്നൊരു കുഞ്ഞു പയ്യൻ വിളിച്ചു പറഞ്ഞതാണ്. എങ്കിൽ അമ്മമാരും അപ്പന്മാരും ആകുന്ന നിങ്ങൾ ഓരോരുത്തരും പറ, ഒരു വീട് വീടാകുന്നത് എപ്പോഴാണ്? എന്തിനാണ്? ദൈവം അത്രയും വലുതിലോട്ടൊന്നും നമ്മൾക്ക് വേണ്ട. ഒരു വീട് വീടാകുന്നത് എപ്പോഴാണ്? വിട്ടുകൊടുക്കുവാൻ കഴിയുമ്പോഴാണ്. പരസ്പരം വിട്ടുകൊടുക്കുവാൻ കഴിയുമ്പോഴാണ് ഒരു വീട് വീടാകുന്നത്. ഇപ്രകാരം പരസ്പരം വിട്ടുകൊടുക്കുവാൻ കഴിയുമെങ്കിൽ ആ ഭവനത്തിൽ ആരുണ്ടാകും? ദൈവമുണ്ടാകും. പരസ്പരം വിട്ടുകൊടുക്കുവാൻ കഴിയുമെങ്കിൽ ആ ഭവനത്തിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ജീവിക്കുന്നവരാണ്, ഒരുമിച്ച് പങ്കുവച്ച് ജീവിക്കുന്നവരാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. മറിച്ച് പരസ്പരം വിട്ടുകൊടുക്കാത്ത ഭവനങ്ങളാണ് നമ്മുടെയൊക്കെ വീടെങ്കിൽ കലാപഭൂമിയേക്കാൾ വികൃതമാണ് നമ്മുടെയൊക്കെ ഭവനങ്ങളാണ്. പരസ്പരം വിട്ടുകൊടുക്കാതെ പരസ്പരം കടിച്ചു കീറുന്ന, പരസ്പരം വെല്ലുവിളിക്കുന്ന, പരസ്പരം കുറ്റങ്ങൾ പറയുന്ന, പരസ്പരം കളിയാക്കുന്ന, പരസ്പരം തരം താഴ്ത്തുന്ന വ്യക്തികളാണ് കുടുംബത്തിനകത്ത് കഴിയുകയെങ്കിൽ ആ ഭവനം കലാപഭൂമിയേക്കാൾ വികൃതമാണ്. ആ ഭവനത്തിലേക്ക് പുറത്തേക്ക് പോയിക്കഴിഞ്ഞാൽ ആ ഭവനത്തിലേക്ക് തിരികെ വരുവാനായിട്ട് മനസ്സനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും സന്ധ്യയായാലും അത് പിന്നെ പാതിരാത്രിയിലേക്ക് വഴിമാറിയാലും നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ചിലപ്പോൾ മക്കൾ തിരികെ വരുവാൻ മടിക്കുന്നതിന് കാരണം ഭവനമല്ലാതായി മാറുമ്പോൾ ഭവനത്തിലുള്ളവര് അവരെ ചെന്നെത്തുന്നിടം ഭവനമാക്കി മാറ്റുവാനായിട്ട് അവർ പരിശ്രമിക്കും. വീട് വീടായി മാറുന്നത് വിട്ടുകൊടുക്കുവാൻ കഴിയുമ്പോഴാണ്. ആദിമാതാപിതാക്കളുടെ ഭവനത്തിന്റെ ആദ്യ തകർച്ചയ്ക്ക് കാരണം ആ ഭവനത്തിനകത്തുണ്ടായിരുന്ന ദൈവാനുഗ്രഹത്തെയും ആ ഭവനത്തിനകത്തുണ്ടായിരുന്ന സന്തോഷത്തെയും തിരിച്ചറിയുവാൻ കഴിയാതെ കടന്നുപോയി എന്നതാണ്. രണ്ടാമതായ ഭവനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് പറയുന്നത് തെറ്റായ അനുകരണങ്ങളുടെ പിന്നാലെ പോയി എന്നതാണ്. പിശാച് പ്രലോഭനമായി പിശാച് കടന്നു വരുന്നുണ്ട്. ഈ പ്രലോഭനം അവർ ദൈവത്തെ പോലെയായി മാറുവാൻ പിശാച് മോഹന വാഗ്ദാനത്തെ പ്രലോഭനമായി മാറ്റി നൽകുമ്പോഴാ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ ഇതിൽ നിന്ന് ഭക്ഷിച്ചാൽ നിങ്ങളുടെ കണ്ണ തിളക്കമുള്ളതായി മാറും, നിങ്ങൾ ദൈവത്തെ പോലെയായി മാറുമെന്നുള്ള തെറ്റായ സന്ദേശത്തിന്റെ പിന്നാലെ, തെറ്റായ അനുകരണത്തിന്റെ പിന്നാലെ കടന്നുപോയപ്പോൾ ആ ഭവനം തകർന്നു പോകുന്നതിന് കാരണമായി മാറി. അതായത് ദൈവത്തെ മറന്നുകൊണ്ട് ആ ഭവനത്തിലുള്ള വ്യക്തികൾ ചുവടുകൾ വെച്ചപ്പോൾ ആ ഭവനം തകർന്നടിയുന്നത് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ഭവനങ്ങളാ അനുകരിക്കേണ്ട പിതാവായ ദൈവത്തെ അനുകരിക്കാതെ തെറ്റായവയെ അനുകരിച്ചുകൊണ്ട് കടന്നു പോകുന്നതാണ് നമ്മുടെയൊക്കെ കുടുംബമെങ്കിൽ അതിൽ നിന്ന് തിരികെ വരേണ്ട സമയമാണ് ഈ തിരുനാൾ ദിനങ്ങൾ. മൂന്നാമതായി
ആ ഭവനം വീണു പോകുന്നതിന് കാരണമായി മാറിയതാണ്. വചനത്തിൽ വളരെ കൃത്യതയോടുകൂടി പറയുന്നുണ്ട്, പറുദീസായിൽ പിതാവായ ദൈവം സായം സന്ധ്യയില ആദ്യ മാതാപിതാക്കളോടൊപ്പം ദേശിന് വരുമായിരുന്നു. എന്തിനു വരുമായിരുന്നു? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വളരെ കൃത്യതയോടുകൂടി പറയുന്നുണ്ട്, പിതാവായ ദൈവം പറുദീസായിൽ സായം സന്ധ്യയിൽ ആദ്യ മാതാപിതാക്കളോടൊപ്പം ദേശിന് വരുമായിരുന്നു. ഗോലി കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കാൻ, ഉലാത്തുവാൻ, കിടന്നുറങ്ങുവാൻ. ഇതിനാണ് ഉലാത്തുവാൻ. പിതാവായ ദൈവം പാപം ചെയ്ത, ദൈവത്തിൽ നിന്ന് അകന്നുപോയി ആദ്യ മാതാപിതാക്കളെ തേടി എത്തുമ്പോൾ അവരെവിടെയാ ഒളിച്ചിരിക്കുക? മരങ്ങൾക്കിടയിൽ അവർ ഒളിച്ചിരുന്നു എന്ന വചനം പറയുന്നുണ്ട്. പിതാവായ ദൈവം സായം സന്ധ്യയിൽ ഇവരോടൊപ്പം ഉലാത്തുവാനായി കടന്നു വന്നപ്പോൾ ഇവർ ദൈവത്തിൽ നിന്ന് അകന്ന, ഇവർ ഒളിച്ചിരുന്നു എന്ന, മരങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എങ്കിൽ എന്റെയും നിങ്ങളുടെയും ഭവനത്തിലേക്ക് സായം സന്ധ്യയിൽ പിതാവായ ദൈവം ഉലാത്തുവാനായി കടന്നു വരുന്നത് ഏത് രീതിയിലാണ്? ഏത് രീതിയില്? കുടുംബ പ്രാർത്ഥന എന്ന രീതിയിൽ. നമ്മുടെയൊക്കെ ഭവനങ്ങളിലാ പിതാവായ ദൈവം സായം സന്ധ്യയിൽ കടന്നു വരുന്നത് കുടുംബ പ്രാർത്ഥനയുടെ മധ്യത്തിലാണ്. അപ്പോൾ ആ ഭവനങ്ങൾ, നിങ്ങളുടെയൊക്കെ ഭവനങ്ങളില് എല്ലാവരും ഒരുമിച്ചുണ്ടോ? അതോ അമ്മയും 2 മക്കളും മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബമാണോ? മറ്റുള്ളവർ ആദവും ഹവ്വായും ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചിരുന്നത് പോലെ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ ഓടി ഒളിക്കുന്നവരാണോ എന്ന് നമ്മൾ കാണും. അവരുടെ തകർച്ചയ്ക്ക് കാരണം ദൈവത്തിൽ നിന്ന് അവർ അകലം പാലിച്ചു എന്നതാണ്. എങ്കിലാ പരിക്കുകളെ പറുദീസയാക്കി മാറ്റിയ ഒരു കുടുംബമുണ്ടായിരുന്നു. ഏത് കുടുംബമാണ്? ആദ്യ മാതാപിതാക്കളുടെ ഭവനം. അവർ വേദനകളെ ഒരുമിച്ച് നേരിട്ടു. അവർ ഒരിക്കലും ദൈവത്തെ പഠിച്ചില്ല, ദൈവത്തോട് പരാതിപ്പെട്ടില്ല. എല്ലാ പരിഭവങ്ങളും പ്രാർത്ഥനകളായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ ആ ഭവനത്തിന്റെ മേൽ കടന്നു വന്ന എല്ലാ പരിക്കുകളെയും ദൈവം പറുദീസയാക്കി മാറ്റിക്കൊടുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ഭവനങ്ങളെ പറുദീസയാക്കി മാറ്റുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഓരോ അപ്പനും അമ്മയും മക്കളും എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഒരു കുടുംബത്തിൽ നിന്ന് 2 അറിവ് മക്കളാ നേടിയെടുക്കണമെന്ന് പറയാറുണ്ട്. 2 തരം അറിവ്. ഏതൊക്കെയാണ് ആ അറിവ്? ഒരു വീട്ടിൽ നിന്ന് പഠിക്കുന്ന 2 അറിവുണ്ടോ? ഏതൊക്കെയാ? ഒരു വീട്ടിൽ നിന്ന് പഠിക്കുന്നു. നിങ്ങൾ പറ, ശരിയാക്കി തരാം. നിങ്ങൾ പറയുന്നത് ശരിയാക്കി തരാം. വീടച്ചടക്കം എന്ന അറിവും നാടച്ചടക്കം എന്ന അറിവും. വീടച്ചടക്കം ഒരു മകനും മകളും പഠിക്കുന്നത് ആരിൽ നിന്നും? വീടച്ചടക്കം ഒരു മകനും മകളും പഠിക്കുന്നത് ആരിൽ നിന്നാണ്? അമ്മയിൽ നിന്നാണ്. കാരണം ഒരു വീടിനെ വീടാക്കി നിലനിർത്തുന്നത് ആരാ? അമ്മയാണ്. ഒരു വീട്ടിനകത്ത് എപ്രകാരമാണ് നമ്മൾ വസിക്കേണ്ടതെന്നും, ഒരു വീടിനെ എപ്രകാരമാണ് നമ്മൾ സുന്ദരമാക്കി മാറ്റുന്നതെന്നും, ഒരു ഭവനത്തെ ഭവനമാക്കി നിലനിർത്തുന്നത് അമ്മയാണ്. അതുകൊണ്ടാണ് മക്കൾ വീടച്ചടക്കം. അതുകൊണ്ടാണ് പറയുക കുട്ടികളെടുത്ത് ഏത് വീട്ടിൽ ചെന്ന് കയറേണ്ടതാണ്? അന്യ വീട്ടിൽ ചെന്ന് കയറേണ്ടതാണ്. ഇവിടെ കാണിക്കുന്നതൊന്നും അവിടെ പോയി കാണിക്കരുത്. ഇവിടെ അച്ചടക്കം പടി എന്ന് പറയണമെങ്കിൽ ഈ അച്ചടക്കം പാലിക്കേണ്ടത് ആദ്യം ആരാ? അമ്മയിൽ നിന്ന് പഠിക്കും വീടച്ചടക്കം. നാടച്ചടക്കം ആരിൽ നിന്നാ പഠിക്കുന്നത്? നാടച്ചടക്കം പഠിക്കുന്നത് ആരിൽ നിന്നാ? അപ്പനിൽ നിന്നാ.
അമ്മയാണ് വീട് കൈകാര്യം ചെയ്യുന്നത്, അമ്മയാണ് വീടിനെ അച്ചടക്കത്തോട് നിലനിർത്തുന്നതെങ്കിൽ നാട്ടിൽ നിൽക്കുന്നത് ആരാ? അപ്പന. നാട്ടിൽ ഒരു നിലയും വിലയും ഉണ്ടാക്കിയെടുക്കുവാൻ ഒരപ്പന് സാധിക്കണം. നാടച്ചടക്കം നാട്ടിലൊരു മകൻ എപ്രകാരമാണ് പെരുമാറേണ്ടതെന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് ആരാ? അപ്പന. നാടച്ചടക്കം തകർക്കുന്ന ഒരു അപ്പനുണ്ട് എങ്കിൽ ആ നാടച്ചടക്കത്തെക്കാൾ അപ്പുറം തകർക്കുന്ന മകൻ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുമെന്ന സത്യം ഓരോ അപ്പനും തിരിച്ചറിയണം. ഒരപ്പൻ എപ്രകാരമാണോ നാട്ടിൽ പെരുമാറുക, അതേ തോതിൽ അതിനേക്കാൾ വലിയ തോതിലായിരിക്കും നാട്ടിലെ സമൂഹത്തില് ഒരപ്പൻ കച്ചടയാണ് എങ്കിൽ അതിനപ്പുറം കച്ചടയായി ആര് വളരും? മക്കൾ വളരും. അതുകൊണ്ടാണ് പറയാ, നാടച്ചടക്കം പഠിക്കേണ്ടത് അപ്പനിൽ നിന്നാണ്, വീടച്ചടക്കം പഠിക്കേണ്ടത് അമ്മയിൽ നിന്നാണ് എങ്കിൽ എന്റെ അടുത്ത ചോദ്യം ഇവിടെ ഇരിക്കുന്ന മക്കളോടാ, അമ്മയോടാ എങ്ങനെയാ സംസാരിക്കേണ്ടത്? അമ്മയോട് എങ്ങനെയാ സംസാരിക്കേണ്ടത്? അമ്മയോട് എങ്ങനെയാ സംസാരിക്കേണ്ടത്? അമ്മയോട് എങ്ങനെയാ സംസാരിക്കേണ്ടത്? അമ്മമാർ പറഞ്ഞു, അമ്മയോട് എങ്ങനെയാ സംസാരിക്കേണ്ടത്? എങ്ങനെയാ? അമ്മയോട് സ്നേഹത്തോടെ സംസാരിക്കണം. എങ്കിൽ അപ്പനോട് എങ്ങനെയാ സംസാരിക്കേണ്ടത്? എങ്ങനെയാ? അപ്പനോട് എങ്ങനെയാ സംസാരിക്കേണ്ടത്? ഭയത്തോടെ സ്വീകരിക്കുകയും അബ്രഹാത്തിന്റെയും അദ്ദേഹത്തിന്റെ സന്തതികൾക്കും അങ്ങ് വാഗ്ദാനം ചെയ്ത അതേ അനുഗ്രഹത്തിൽ പങ്കുകാരാകാൻ അർഹരാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും അവരുടെ യോഗ്യതകൾക്ക് കിരീടമണിച്ചുകൊണ്ട് അങ്ങേ ദാനങ്ങൾക്ക് തന്നെ മകുടം ചാർത്തുകയും ചെയ്യുന്നു. അവരുടെ ജീവിത ശൈലി വഴി ഞങ്ങൾക്ക് മാതൃകയും ഐക്യം വഴി പങ്കാളിത്തവും മാധ്യസ്ഥം വഴി സഹായവും അങ്ങ് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഇത്രയേറെ സാക്ഷ്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ട മുന്നിലുള്ള ജീവിത സമരത്തിൽ വിജയികളായി മുന്നേറാൻ മഹത്വത്തിന്റെ അക്ഷയകിരീടം അവരോടുകൂടെ കരസ്ഥമാക്കുകയും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങിടയാക്കുന്നുവല്ലോ. ആകയാൽ മാലാഖമാരോട്
കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നുമില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അങ്ങനെ അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടെ ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു.
വാസത്തിന്റെ രഹസ്യം കുടിക്കുകയും അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനം മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ടും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ചു അങ്ങേ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായ കാണിക്കയെ തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുപ്പുടെ അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശേഷ ദൈവമാതാവ് ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപട പിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥ വിശുദ്ധ അന്നയോടും എല്ലാ വിശുദ്ധരോടും അതങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥതാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും ബലി സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൽസൺ സഭമെത്രാനോടും മെത്രാൻ പദവിയുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും അത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിനും സ്നേഹത്തിനും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകളാൽ ദയാപൂർവം കേട്ടിട്ടുള്ളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതികരണ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും
വചനം വളരെ കൃത്യതയോടുകൂടി നമ്മെ പ്രകാരം പഠിപ്പിക്കുന്നു. അവനെ നോക്കിയവർ പ്രകാശിതരായി, അവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ല എന്നും കർത്താവിന്റെ വചനം നമ്മെ ഓരോരുത്തരെയും ആവർത്തിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ തിരുസന്നിധിയിൽ ദിവ്യകാരുണ്യനാഥനെ പരിശുദ്ധമായ താരം എഴുന്നള്ളുമ്പോൾ അവിടത്തിലേക്ക് നമുക്ക് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് നോക്കാം. നിരവധിയായ പ്രാർത്ഥനകളും യാചനകളും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ ലേഖനത്തിൽ അവിടുത്തെ പ്രകാരം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. എന്റെ സന്നിധിയിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക, നിങ്ങളുടെ ജീവിതങ്ങളും ഭാരങ്ങളും എന്നെ ഏൽപ്പിക്കുക, ഞാൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളാം. നിന്റെ ജീവിതത്തെ ഓർത്ത അതീവ ശ്രദ്ധാലുമായ ഒരു കർത്താവ് നിനക്കുണ്ടെന്ന് ഈ ആരാധനയുടെ നിമിഷം എന്റെയും നിങ്ങളുടെയും ജീവിതത്തെക്കുറിച്ച് അതീവ ശ്രദ്ധാലുമായ ഒരു കർത്താവുണ്ടെങ്കിൽ ഇതാ കർത്താവ് നമ്മുടെ മധ്യയെ എഴുന്നള്ളിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമ്മെ അനുവദിച്ചതിന്, മനുഷ്യജന്മം നൽകി നമ്മെ അനുഗ്രഹിച്ചതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനായിട്ട് ഈ ഒരു നിമിഷം നമുക്ക് സാധ്യമാക്കണം. ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന നമുക്ക് ഓർക്കുക, സ്വർഗത്തിലെ മാലാഖമാര് ഓരോ നിമിഷവും ഈശോയുടെ സന്നിധിയിലായിരുന്നുകൊണ്ട് അവിടത്തേക്ക് ആരാധനകൾ അർപ്പിക്കുന്നുണ്ട്. അതേ ദൗത്യം ഈ ഭൂമിയിൽ ഈ നിമിഷം നമ്മൾ ഓരോരുത്തരും അവിടത്തേക്ക് ആരാധനകൾ അർപ്പിക്കുമ്പോൾ ആ മാലാഖമാരുടെ